കേരളത്തിൽ താമര വിരിയില്ലെന്ന് പറഞ്ഞവർ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ തകർപ്പൻ ജയത്തോടെ അമ്പരന്ന് മിണ്ടാട്ടം മുട്ടി നിൽക്കുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളമാകെ താമരകൾ വിരിയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം. ആഞ്ഞു ശ്രമിച്ചാൽ കേരളത്തിലും സർക്കാർ രൂപീകരിക്കാം എന്ന സന്ദേശമാണ് തൃശൂരിലെ വിജയം ബി.ജെ.പിക്ക് നൽകുന്നത്. ഹിന്ദി ഹൃദയഭൂമി എക്കാലവും ഒപ്പം നിൽക്കും എന്ന ബി.ജെ.പിയുടെ വിശ്വാസം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ 8 നിലയിൽ പൊട്ടിയിരുന്നു. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവി ഉൾപ്പെടെയുള്ള അപായ സൂചനയും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഹിന്ദുത്വ അജണ്ട കൊണ്ടും അപരമത വിദ്വേഷം കൊണ്ടും മാത്രം ഇനി ജയിച്ചു കയറാനാവില്ല. ജനക്ഷേമത്തിലൂന്നിയ വികസന പദ്ധതികൾ മാത്രമാണ് ശാശ്വതമായ വിജയത്തിന്റെ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ബി.ജെ.പിയുടെ ശ്രമം ആ വഴിക്കായിരിക്കും. ഇന്നോളം ഇതര സർക്കാരുകളൊന്നും ചെയ്യാത്ത വികസന പദ്ധതികൾ, പുതിയ ആശയങ്ങൾ, ഇടതു വലതു മുന്നണികൾ കാലങ്ങളായി അനുവർത്തിച്ചിരുന്ന ന്യൂനപക്ഷ പ്രീണനങ്ങളിൽ മനം മടുത്ത നിഷ്പക്ഷ ചിന്താഗതിക്കാരെ ഒപ്പം ചേർക്കൽ, ഇതിനായി പാർട്ടിക്കതീതമായി ജനങ്ങളെ ആകർഷിക്കുന്ന നേതാക്കൾ, സംശുദ്ധിയും കരുതലും. സുരേഷ് ഗോപി ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായി മാറുമ്പോൾ സുരേഷ് ഗോപിയിലൂടെ ഈ അജണ്ട നടപ്പാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഇതിന്റെ ആദ്യപടിയായാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം പരമാവധി മുതലെടുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിസം വകുപ്പിൽ സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും മോദിക്കും അമിത്ഷാക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിൽ അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് ടൂറിസം. ഇതുവരെ ഒരു മന്ത്രിയും ഒരു സർക്കാരും ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണനയോ ശ്രദ്ധയോ നൽകിയിരുന്നില്ല. തീർത്ഥാടന ടൂറിസവും ട്രൈബൽ ടൂറിസവും എക്കോ ടൂറിസവും മെഡിക്കൽ ടൂറിസവും ഒക്കെ വിപുലപ്പെടുത്തിയാൽ അതിന്റെ നേട്ടം ബി.ജെ.പിക്കായിരിക്കുമെന്ന് മോദിക്കും അമിത്ഷാക്കും നന്നായിട്ടറിയാം. ഈ വകുപ്പിന്റെ മന്ത്രിപദം കേരളത്തിൽ കൂടുതൽ വേരുറപ്പിക്കാൻ ബി.ജെ.പിയെ സഹായിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഇനിയും ശ്രദ്ധ കിട്ടാത്ത ഒരുപാട് മേഖലകൾ കേരളത്തിലെ ടൂറിസം മേഖലയിലുണ്ട്. വൈവിധ്യമാണ് കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യതയെന്ന് പ്രധാനമന്ത്രി തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ടൂറിസത്തിലെ പശ്ചാത്തല വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കും. ഇത് രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് വലിയ മുതൽക്കൂട്ടാകും. ചുരുക്കി പറഞ്ഞാൽ ടൂറിസം എന്ന വകുപ്പിലൂടെ കേരളത്തിന്റെ ഹൃദയം കീഴടക്കാനാണ് ബി.ജെ.പി സുരേഷ് ഗോപിയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം സുരേഷ് ഗോപിയുടെ താരപ്പൊലിമയും ഒരു മുൻ സഖാവിന്റെ വിപ്ലവ ആവേശവും കൂടിച്ചേരുമ്പോൾ സംഗതി ക്ലിക്കാവുമെന്നുറപ്പ്. സിംഹത്തെ മടയിൽ ചെന്ന് പിടിക്കുക എന്ന തന്ത്രമാണ് ബി.ജെ.പി മെനയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ലാൻഡ് ചെയ്ത സുരേഷ് ഗോപി മാടായിക്കാവിലും രാജരാജേശ്വര ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുരയിലുമൊക്കെ ദർശനം നടത്തി പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി നേരെ ചെന്ന് കയറിയത് CPM-ന്റെ കാലത്തെയും വലിയ ജനപ്രിയ നേതാവിന്റെ വീട്ടിലേക്കായിരുന്നു. നായനാരുടെ കുടുംബവുമായി അത്രക്കും വലിയ ആത്മബന്ധമാണ് സുരേഷ് ഗോപിക്കുള്ളത്. നായനാരുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ നായനാരുടെ ജീവിത സഖി ശാരദ ടീച്ചർ മധുരം നൽകിയാണ് സ്വീകരിച്ചത്. നായനാരുടെ വീട്ടിൽ ഇപ്പോഴത്തെ പിണറായി ഭക്തരായ CPM നേതാക്കളോ മന്ത്രിമാരോ ഒന്നും സന്ദർശനം നടത്താറില്ല എന്നുകൂടി നാം ഓർക്കണം. അപ്പോഴാണ് ബി.ജെ.പി നേതാവ് കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ ആദ്യമേ പ്രതികരിക്കുകയുണ്ടായി. രാഷ്ട്രീയത്തിനതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നുകൂടി ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് പല പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. കണ്ണൂരിലെത്തിയാൽ വിളിക്കും. രാവിലെയാണ് ഭക്ഷണം ആവശ്യമെങ്കിൽ രാവിലെ ഇങ്ങോട്ടേക്ക് വരും. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം വേണമെന്ന് പറയും. ആദ്യമായി സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ സുരേഷ് ഗോപിയെ കാണുന്നത്. അതിനിടെ അവിടുത്തെ ഒരു നേഴ്സ് പറഞ്ഞു, സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടത്രേ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാറുണ്ടത്രേ, ഓപ്പറേഷൻ ചെയ്യാനുള്ള പണം നൽകാറുണ്ട് എന്നുപോലും അവർ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ മനസ്സുള്ള ആളുകളും ഇവിടെ ഉണ്ടല്ലോ എന്നാണ് തോന്നിയത്. ശാരദ ടീച്ചർ പറഞ്ഞു, സുരേഷിനെ രാഷ്ട്രീയക്കാരനായിട്ടല്ല നല്ലൊരു വ്യക്തിയായിട്ടാണ് താൻ കാണുന്നത്. പോരെ, നായനാരുടെ ജീവിത സഖി ശാരദ ടീച്ചറുടെ ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി പിണറായിയുടെ അടിമകളല്ലാത്ത യഥാർത്ഥ സഖാക്കളുടെ മനസ്സിൽ സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിക്കാൻ. ശാരദ ടീച്ചറെ കണ്ടു മടങ്ങുമ്പോൾ ചുറ്റിലും കൂടിയ നാട്ടുകാരോട് കണ്ണൂർ കോടി ഇങ്ങ് തരണമെന്നായിരുന്നു സുരേഷ് ഗോപി നിറപുഞ്ചിരിയോടെ പറഞ്ഞത്. ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ അർത്ഥത്തിലും. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.